നമസ്കാര സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ആരിഷി പെണ്ണിൻ്റെ ചോറൂണൽ ചടങ്ങിലാണ്. അപ്പോൾ ആ ചോറൂണൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞങ്ങളെല്ലാം ഇപ്പോൾ ഒത്തുകൂടിയത്. ഇത് ചോറൂണ് നടത്തുന്നത് നമ്മുടെ മസ്കറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. ഞങ്ങൾ ഉണ്ടായിരുന്നത് താമസിക്കുന്നത് സോഹാറിലാണ്. അപ്പോൾ സോഹാറിൽ ഇവിടെ ഞങ്ങൾ നേരത്തെ ഒത്തുകൂടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് രാവിലെ പോകുന്ന ആയിരുന്നു പ്ലാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും സമയം യാത്ര ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി കൃത്യസമയത്ത് തന്നെ അമ്പലത്തിലെത്തി ചടങ്ങിനുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുകയുണ്ടായി. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. കുഞ്ഞിൻ്റെ ചോറൂണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല. നാട്ടിൽ നമ്മളെ കേട്ടിട്ട് അങ്ങനത്തെ ഒരു സംവിധാനമല്ല ഇവിടെ. ഇപ്പം ഈ പാൽപ്പായസത്തിൽ ഉള്ള വറ്റ് ഞെരടിയിട്ട് അത് തന്നെയാണ് കുഞ്ഞിന് ഫസ്റ്റ് ചോറൂണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പം അത് ആദ്യമേ അച്ഛൻ കൊടുത്തു, പിന്നെ അമ്മ കൊടുത്തു, അഖിലലക്ഷ്മി, പിന്നെ അത് കഴിഞ്ഞ് ആരവ്, പിന്നെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും, ഞാൻ, സച്ചു, പിന്നെ രഞ്ജിത്ത് ചേട്ടന്, ഫാമിലി, ഞങ്ങളെല്ലാവരും കൊടുത്തു. ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഞങ്ങൾ ഇത്രയും പേരാണ്. പങ്കെടുത്ത എല്ലാവരും തന്നെ കുഞ്ഞിന് ചോറ് കൊടുത്തു. വളരെ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അഖിലലക്ഷ്മിയൊക്കെ ഒരുപാട് ഹാപ്പിയിലാണ്. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളും എല്ലാം എടുത്തു. പിന്നെ അതിനുശേഷം ഇവിടെ അടുത്ത് ഒരു ഒരു ശിവക്ഷേത്രം കൂടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലം 11:30 വരെ ഉണ്ട് അമ്പലം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെയും നല്ല അനുഭവമായിരുന്നു. അപ്പോൾ അവിടെയും പോയി കുഞ്ഞിനെ കൊണ്ട് ദർശനമൊക്കെ കൊടുത്തു. സന്തോഷകരമായി ഉള്ള ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് ഭംഗിയായി നടന്നതിൽ ദൈവത്തോട് നന്ദി. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. പിന്നീട് ഞങ്ങൾ ചോറ് കൊടുപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ചെറിയ കറക്കങ്ങളൊക്കെ പ്ലാനാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് സോവാറിലേക്ക് അടുത്ത ദിവസം മടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത വിശേഷങ്ങൾ പിന്നീട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.